ഹലോ ഗൈസ്, നമ്മളിങ്ങ് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇതുപോലത്തെ കാർ പോസ്റ്റേഴ്സ് നമ്മളുടെ മൊബൈലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇതിന് വേണ്ട ആപ്പുകൾ പിക്സാർട്ടും ഫോട്ടോറൂമുമാണ്. ഫസ്റ്റ് നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട മെയിൻ ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ക്രോപ്പ് ചെയ്ത് 1:1 ആസ്പെക്ട് റേഷ്യോയിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ ആസ്പെക്ട് റേഷ്യോ മാറ്റുമ്പോൾ നമ്മൾ ഈ ഫോട്ടോ കറക്റ്റ് കാർ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ആയിരിക്കണം ചെയ്യാമെന്ന് ഉറപ്പുവരുത്തുക. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഈ കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫോട്ടോ റൂം എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോ റൂം ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ ഇതേ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഇതുപോലെ ഇറേസ് ആയി വരും. എന്നിട്ട് അതിൽ താഴെ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ പിക്സാർട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കാറിൻ്റെ പേരോ മോഡൽ നെയിമോ ബ്രാൻഡ് നെയിമോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടിൽ ഇത് അവിടെ സെലക്ട് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റായാലും ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ലാസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ആഡ് ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കാറിൻ്റെ ബാക്കിൽ പ്ലേസ് ചെയ്യാനുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ഈ ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ഐ പ്ലീസിങ് ആയിട്ടുള്ള രീതിയിൽ ബാക്കിൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ രസമുണ്ടാവുക. അത് ഒരു ക്രിയേറ്റീവായിട്ട് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇറേസ് ചെയ്ത് അവിടെ പ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. ഫോട്ടോസ് പ്ലേസ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക. ചില സമയങ്ങളിൽ ഒരു ഫോട്ടോ തന്നെ പ്ലേസ് ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയായി വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലും ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് നിങ്ങൾ ഇതേ ഒരു കാറിൻ്റെ പല ഭാഗത്തുനിന്നുള്ളത് ഒന്ന് എടുത്തു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമ്മൾ ആഡ് ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് റേസ് ചെയ്ത് വെച്ച ആ ഒരു കാറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവിടെ നമ്മൾ നേരത്തെ ക്രോപ്പ് ചെയ്ത് വെച്ച ഫോട്ടോരെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ബാക്കിലത്തെ ഫോട്ടോകൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്ത് അത് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വരുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ഭംഗിയുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാറിൻ്റെ ബാക്കിലേക്ക് ടെക്സ്റ്റ് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ ആ ഫോട്ടോസ് കൊണ്ടുപോകണമെങ്കിൽ ആ ലെയേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഫോട്ടോ ആ കാറിൻ്റെ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ഫോട്ടോൻ്റെ താഴേക്ക് വലിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോയുടെ ബാക്കി ഭാഗങ്ങൾ ഇറേസ് ചെയ്യാനും ആ മേലെ കാണുന്ന ഇറേസ് ടൂൾ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഇതുപോലെ ആ കാറിൻ്റെ പേരോ അങ്ങനെ ബ്രാൻഡ് നെയിമോ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നേരത്തെ പോലെ തന്നെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ പ്ലേസ് ചെയ്യാണ്. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടെക്സ്റ്റിന് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇനി നമ്മൾ ഈ ഫോട്ടോയിലേക്ക് ഇവിടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ പോകണം. അതിന് നമ്മൾ ChatGPT ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലെ നിങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നേക്കുന്ന ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ചെറുതാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ മേക്ക് ഇറ്റ് ഷോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ വരുന്ന റിസൾട്ട് കോപ്പി ചെയ്യാൻ പോവാണ്. നമുക്കിത് കോപ്പി ചെയ്യാൻ വേണ്ടി അവിടെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇത് തന്നെ നമ്മുടെ ക്ലിക്ക് ബോർഡിലേക്ക് കോപ്പി ആവും. എന്നിട്ട് നമ്മൾ ChatGPT ക്ലോസ് ചെയ്തിട്ട് വീണ്ടും പിക്സാർട്ടിലേക്ക് തിരിച്ചു പോയിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിന് ആപ്റ്റ് ആവുന്ന ഒരു ഫോണ്ട് എടുത്തിട്ട് അത് കറക്റ്റായിട്ട് അവിടെ ഒരു സൈഡിലോ അല്ലെങ്കിൽ കാറിൻ്റെ താഴെയായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ വാട്ടർമാർക്കോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഈ ഒരു ബാർകോഡ് ഫോണ്ട് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഫോണ്ടിലാണ് ഈ ഒരു ബാർകോഡ് മാർക്ക് ആഡ് ചെയ്യുന്നത്. ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാവുന്നതാണ്. അതുപോലെ ഇതിലുള്ള എല്ലാ ഫോണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് തന്നായിരിക്കും. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ബാർകോഡ് ഫോണ്ട് എവിടെയെങ്കിലും അലൈൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ കളറും ടെക്സ്ചറും ഗ്രേഡിയൻ്റ് ഒക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എഡിറ്റ് നമ്മൾ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യുക. ഈ പറഞ്ഞല്ലാതെ ഞാൻ കുറച്ച് ഫിൽറ്റേഴ്സും ടെക്സ്റ്റിൻ്റെ കളറൊക്കെ കുറച്ച് മാറ്റിയിട്ട് ഈ ഫോട്ടോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ചെയ്ത എഡിറ്റിൻ്റെ ഫൈനൽ ഔട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.